കുന്നമംഗലം സ്വദേശിയാണ്. പേര് സൗദ എന്നാണ്. ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ബിസിനസ് ആയിട്ടൊന്നുമല്ല. ഞാൻ ബിസിനസ് നോക്കിയോണ്ടോ ഒന്നുമല്ല വരുന്നത്. കേവലം എന്താ പറയാ, ഒരു അസുഖത്തിന്റെ പേരിൽ ഒരുപാട് നിരന്തരം ഡോക്ടേഴ്സിനെ കാണിച്ച സമയത്ത് അതിലൊന്നും എന്താ പറയാ ഒരു 100% റിസൾട്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലുള്ള ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഒരു സുഹൃത്ത് വഴി നമുക്ക് എത്തിക്കുകയും അത് ഉപയോഗിച്ചിട്ട് അതിൽ കിട്ടിയ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അപ്പോ നിരന്തരം എന്താ പറയാ 6 മാസോ 7 മാസം കഴിയുന്ന സമയത്ത് ഇംഗ്ലീഷ് ആയിട്ടും അലോപ്പതി ആയിട്ടും ഒക്കെ ആയുർവേദത്തിൽ ആദ്യം എനിക്ക് എന്താ പറയാ ഒരു 18 വർഷത്തോളായിട്ടുള്ള ഒരു ഡിസ്കിന്റെ പ്രശ്നമാണ്. അപ്പോ ആദ്യം മുതലേ ആയുർവേദമാണല്ലോ ഇപ്പൊ ഞമ്മക്കൊക്കെ തന്നെ വെച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ആയുർവേദം. അപ്പൊ അതില് ആദ്യം മുതലേ നന്നായിട്ട് പ്രൊഡക്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെങ്കിൽ അതൊക്കെ നമുക്കൊരു 6 മാസം 7 മാസം മാത്രമാണ് റിസൾട്ട് കിട്ടിയത്. വീണ്ടും ആ ഒരു പ്രശ്നത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ആ ഒരു സമയത്ത് പട്ടലിന് സൂചി വെച്ചിട്ടുണ്ട്. ഒരുപാട് 1-2 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സ ചെയ്തിട്ടുണ്ട്. അതേപോലെ അയിമലൊന്നും നിൽക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ വരെ ചികിത്സക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആ ഒരു സമയം ഇതിലുള്ള നമ്മളെ MI ലൈഫിലുള്ള പ്രൊഡക്റ്റ് 1-2 പ്രൊഡക്റ്റ് നമുക്കറിയാം, ചാമ്പിത്തൈലം, നോവേദന ജെല്ല്, നോവേദന ക്യാപ്സ്യൂള്, ഈ 3 പ്രൊഡക്റ്റ് ആണ് എന്റെ കയ്യിലേക്ക് എത്തിയത്. ഒരുപാട് പൈസ നമ്മൾ ചെലവഴിച്ച് ലാസ്റ്റ് ചെറിയൊരു 1500 ഉള്ളിലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൈ കിട്ടിയ സമയത്ത് നമുക്കൊന്നും തോന്നിയില്ല. അതൊരു വലിയൊരു എമൗണ്ട് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 10,000 വരെ ചെലവഴിക്കുന്ന സ്ഥാനത്ത് 1500 ഒന്നും നമുക്കൊന്നുമല്ല. അപ്പൊ ആ ഒരു വില പ്രൊഡക്റ്റിന് വില ഉണ്ടോന്നൊന്നും ആദ്യം നമ്മൾ നോക്കിയിട്ടുമില്ല. അത് കഴിച്ച് ഒരു 3 മാസം കറക്റ്റ് ആയിട്ട് കഴിച്ച സമയത്ത് മാറ്റം തോന്നി. പക്ഷെ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം ഒരു 6 മാസം വരെ എനിക്ക് അവലുണ്ട്, എവിടെ കാണിച്ചാലും ആ ഒരു വേദനക്ക് മാറ്റം ഉണ്ടാവലുണ്ട്. വീണ്ടും ഒരു 7-8 മാസം ആകുമ്പോൾ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഞാൻ സാധാരണ കാണാറുള്ളത്. അപ്പൊ ഈ തന്ന ആളിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് കഴിച്ചിട്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ശരിക്കുള്ള റിസൾട്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഒരു 6 മാസത്തിന് ശേഷമാണ് എനിക്ക് മാറ്റം ഉണ്ടോന്ന് ഞാൻ പറയാം. അപ്പോ അവരും കാത്തുനിന്നു, ഞാനും വെയിറ്റ് ചെയ്തു. ഒരു 6 മാസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല വീണ്ടും ചോദിച്ചു. അവര് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ആയില്ല, ഇത് ഇത്തിരിയും കൂടി മാറ്റം കിട്ടുമോ നോക്കുക, സാധാരണ 6 മാസമാണ്. അപ്പൊ അതൊരു 8 മാസമോ 10 മാസമോ ആണെങ്കിൽ എനിക്ക് മാറ്റം ഉണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു വർഷം പോലെ എടുത്ത് എനിക്ക് ആ ഒരു വേദന എന്നിലേക്ക് തിരിച്ചു വന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് അതെന്താണ് എന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഫസ്റ്റ് തന്നെ അവര് ഒരു ട്രെയിനിങ്ങിലേക്ക്, ഒരു GTS എന്നെ ക്ഷണിക്കുകയും ഞാൻ അവിടെ പോയ സമയത്ത് ഒരുപാട് റിസൾട്ടുകളാണ് അവിടുന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ സാധാ ഒരു വീട്ടമ്മ നല്ലൊരു എന്താ പറയാ ലെവലിലേക്ക് ഉയർന്നതായിട്ടും, അതേപോലെ എന്താ പറയാ ഓട്ടോ ഡ്രൈവർ നല്ലൊരു രീതിയിലേക്ക് ഉയർന്നതായിട്ടൊക്കെ ഉള്ള ഓരോ കഥകളുമാണ് നമ്മൾ ആ GTS കേൾക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച അത് കുഴപ്പമില്ലല്ലോ, ഏതായാലും പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഏതായാലും ഈ ഒരു സംഭവം കേട്ട സമയത്താണെങ്കിൽ ഇവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം ഒരുപാട് വീട്ടമ്മമാർ എനിക്ക് അറിയുന്ന ആളുകളുണ്ട്. അതേപോലെ എന്റെ കൂടെ MC സൂചിപ്പിച്ച് പഞ്ചായത്ത് മെമ്പറും ചെയർപേഴ്സണും ഒക്കെ ആയ സമയത്ത് ഒരുപാട് ആളുകൾ കൂടെ ഉണ്ട്. അവരൊക്കെ എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരാമല്ലോ, എന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന ആളുകളൊക്കെ എനിക്കും ഉണ്ട്. അപ്പൊ ഒന്നും നോക്കാനില്ല, നാളെ തന്നെ ഇറങ്ങിയാലോ ഒക്കെ ഇതിലേക്ക് വരാൻ തയ്യാറാ. ഞാൻ പറഞ്ഞാല് ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ആളുകളുമാണ്. അപ്പൊ ആ ലെവലിൽ എനിക്ക് ഇതിലേക്ക് ഇഷ്ടം പോലെ ആളെയും കിട്ടും. ഒന്നും നോക്കില്ല, GTS കഴിഞ്ഞ് ID അടിച്ച് ഓരോ ആളുകൾ എടുത്തു. ഞാൻ എന്റെ ഫ്രണ്ട്സുകളെടുത്തൊക്കെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അടിപൊളിയാണ്. പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആദ്യം തന്നെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു പ്രൊഡക്റ്റ് ഒക്കെ റിസൾട്ട് ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ ഇതിലും വലിയ ഉടായ്പൊക്കെ നമ്മൾ കണ്ടതാണ്, അതിൽ പെട്ടുപോയോ, അങ്ങനെ ഒരിക്കലും അതിലൊന്നും പോയി ചാടരുത് എന്നാണ്. അപ്പൊ ഞാന്
കുറെയൊക്കെ എന്താ പിന്നെ കേട്ട് നിന്ന്. പക്ഷെ അപ്പൊ എന്റെ ഒരു വല്ലാത്തൊരു സംശയമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമോന്ന്. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ആളുകളോട് പറഞ്ഞു, എന്റെ കൂടെ ഉള്ള ആളുകളോട്, ഒരിക്കലും തള്ളി കളയൂല എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് 100 ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% ആളുകളും പിന്നെ നെഗറ്റീവ് ആണ് പറയുന്നത്. അപ്പൊ എനിക്കും ടെൻഷനായി. ഇപ്പൊ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ എന്താ പറയാ നമ്മള് ഉമർ ഉസ്താദ് ഒന്ന് സ്ലോ ആയി നിൽക്കുന്ന സമയത്ത് ഉമർ ഉസ്താദ് ഒരു ദിവസം വിളിച്ച് ഉമർ ഉസ്താദിനോട് ചോദിച്ച്, എന്താണ് മാഡം, ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ മുറുകാന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനോട് നല്ല റിസൾട്ട് ഉണ്ട്. ഹസ്ബൻഡിന് പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് ഷോൾഡറിന്റെ ഒന്ന് തെന്നി വീണ് ഷോൾഡറിന്റെ പാട നീങ്ങി പോയിണ്ടായിരുന്നു. അപ്പോ ഒരു കെട്ടൊക്കെ കെട്ടി 2 മാസത്തോളം. പക്ഷെ അതിലൊന്നും എന്താ പറയാ രാത്രി കിടക്കുന്ന സമയത്തൊന്നും കൈ തലക്ക് അറിയാതെ പോലും വെച്ച് പോയാൽ വേദനയായിരുന്നു. ആ ഒരു ഇത് ചാമ്പിത്തൈൽ ഉപയോഗിച്ച സമയത്ത് നല്ല റിസൾട്ട്. ഒരു 10-15 ദിവസം ഉപയോഗിച്ചപ്പോഴേക്ക് തന്നെ എന്നോട് പറഞ്ഞ ആ ഒരു വേദന മാറിയിട്ടോ. അങ്ങനെ ഫാമിലിയിൽ തന്നെ ഞാൻ 1-2 പ്രൊഡക്റ്റ് ഒക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ നല്ല റിസൾട്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ പ്രൊഡക്റ്റിന് ഞാൻ ഒരിക്കലും എന്താക്കുന്നില്ല, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം ഇന്ന ജീവിതത്തിലേക്ക് 18-19 വർഷം ഡിസ്കിന്റെ പ്രോബ്ലം ഉണ്ടായ സമയത്ത് ഇന്ന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ MI ലൈഫിൽ ഉള്ളത് എനിക്ക് അറിയാം. അതുകൊണ്ട് പ്രൊഡക്റ്റിനെ ഒരിക്കലും ഞാൻ തള്ളി പറയുന്നോ കുറ്റം പറയുന്നോ ഇല്ല. പിന്നെ ഉള്ളത് ബിസിനസ് ആയിട്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോ ഒരുപാട് ആളുകളോട് ചോദിച്ച സമയത്തൊക്കെ നെഗറ്റീവുകൾ പറഞ്ഞ് എന്തായാലും വേണ്ടില്ല, പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്ത് പ്രൊഡക്റ്റ് എടുത്തു കഴിച്ചാല് 35,000 റുപ്യന്റെ പ്രൊഡക്റ്റ് ഫസ്റ്റ് തന്നെ എടുത്ത്. പ്രൊഡക്റ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എടുത്ത്. പിന്നെ ആയിട്ട് ഞാൻ ഒന്നേ ചിന്തിച്ചുള്ളൂ, കാരണം നമ്മളൊരു ഷോപ്പ് പോയിട്ട് ഒരു പഞ്ചസാര വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന തുകക്ക് കണക്കാക്കിയിട്ടുള്ള സാധനം നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അതൊരു നഷ്ടമല്ല, നഷ്ടക്കച്ചവടമല്ല എന്ന് ഞാൻ അതിൽ മനസ്സിലാക്കി. പിന്നെ ബിസിനസ് ചെയ്യുന്നത് ഒക്കെ പിന്നീടല്ലേ എന്നുള്ള ഒരു ചിന്തയിൽ പ്രൊഡക്റ്റ് എല്ലാവർക്കും സെയിൽ ചെയ്യാലോ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു 35,000 റുപ്യന്റെ പ്രൊഡക്റ്റ് എടുത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ പറയാം വീണ്ടും ഒരു 25,000-ത്തിന് എടുത്ത് പ്രൊഡക്റ്റ് നന്നായിട്ട് സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്ത്, ആളെ കൂട്ടാനേ എന്നുള്ള നിലക്കല്ല, നമ്മളൊക്കെ പല മേഖലയിലും പിന്നെ എന്താ പറയാ ചാരിറ്റി ആയിട്ട് പോണ ആളുകളായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഇത്രയും ഓഫറുകൾ ഉണ്ട്. കാരണം വെച്ചാല് നിങ്ങളൊരു ഐഡിയ അടിച്ചാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോൾസെയിൽ റേറ്റിന് എനിക്ക് കിട്ടുന്ന അതേ റേറ്റിന് തന്നെ നിങ്ങൾക്കും കിട്ടും. കാരണം അവരെ അസുഖം മാറട്ടെ എന്ന് മാത്രമേ ഞാൻ ആദ്യ സമയത്ത് ചിന്തിച്ചുള്ളൂ. അപ്പോ അവർക്ക് എന്തായാലും ഒരു 10 റുപ്യ കുറച്ച് കിട്ടുന്ന എവിടെയാണോ അതൊക്കെ അവിടെ ആണല്ലോ നമ്മൾ മുമ്പിൽ ഉണ്ടാവുക. ആ ഒരു എന്താ പറയാ പിന്നെ ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ അവർക്ക് ഈ ഒരു പ്ലാന് പറഞ്ഞു കൊടുത്ത് കുറഞ്ഞ റേറ്റിന് എനിക്ക് സാധനം കിട്ടും, എനിക്ക് കിട്ടുന്ന അതേ റേറ്റിന് നിങ്ങൾക്കും സാധനം തരാം. അപ്പൊ ഇതില് ചിലരെന്ത് മനസ്സിലാക്കിയാ ഇതൊരു ഒന്നുമില്ലെങ്കിൽ സെയിൽ ചെയ്യാലോ, പലരും പല പിന്നെ ചിന്താഗതിയിലുള്ള ആളുകളാണല്ലോ. അപ്പൊ കുറഞ്ഞത് MRPക്ക് ഞങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇതിൽ ലാഭം കിട്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ഒരാൾ വന്ന് അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ എനിക്കൊരു 10,000 റുപ്യന്റെ പ്രൊഡക്റ്റ് വേണം. അപ്പൊ ഞാൻ തന്നെ വിലോട്ട് നോക്കി, 10,000 റുപ്യന്റെ പ്രൊഡക്റ്റ് എനിക്കിത് ചെയ്യാൻ താല്പര്യമുണ്ട് കാരണം ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ 10,000 റുപ്യന്റെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തു. അങ്ങനെ വേറൊരാള് എടുത്തത് പറഞ്ഞ സമയത്ത് അവരും എന്ത് ചെയ്ത് ഒരു 5,000 റുപ്യന്റെ പ്രൊഡക്റ്റ് എടുത്ത്. അപ്പൊ ഓൾറെഡി എനിക്ക് തോന്നി അത് സംഭവം ഇതൊന്നല്ല, എനിക്ക് മനസ്സിലാവാത്തൊന്നും നോക്കണ്ട, മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവരെ അങ്ങ് ബിസിനസ് ചെയ്യാനും അതേപോലെ ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കാനും തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പിന്നെ ആദ്യം തന്നെ ഞാൻ 35,000 റുപ്യന്റെ പ്രൊഡക്റ്റ് എടുത്തേരോ പിന്നെ ഡെനിയാളില് ഷോപ്ലേസിലൊന്നും വെച്ചില്ല. പിന്നെ വീട്ടില് നിരന്തരം ഗസ്റ്റുകളൊക്കെ വരുന്നത് കൊണ്ട് അവരൊക്കെ കണ്ടാ മോശമല്ലേ. കാരണം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ചോദിച്ചാല് ഞാൻ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഇതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞതുമാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഡെനിയാളിലേക്കൊന്നും ഞാൻ എത്തിച്ചില്ല. അപ്പോ ഈ ആളുകളൊക്കെ ഇങ്ങനെ വാങ്ങുന്നു, അത്യാവശ്യം പെട്ടെന്ന് ഓരോ ആഴ്ചയും 10 ദിവസം കഴിയുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് 25,000 പിന്നെ 20,000-ത്തിനൊക്കെ വീണ്ടും ഞാൻ പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് കൊള്ളാൻ എനിക്ക് തോന്നി. അപ്പൊ പിന്നെ ഞാന് പിന്നെ ഒന്നും പിന്നെ എല്ലാ ഇതും മാറ്റി വെച്ച് ഇവരൊക്കെ എന്റെ കൂടെ ഉള്ള കട്ടക്ക് നിന്നിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ എനിക്കറിയാം. എന്റെ ഏതൊരു എന്താ പറയാ പിന്നെ നഷ്ട സമയത്തോ ഞമ്മക്കൊരു പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സമയത്തോ ഇതേപോലെ ആളുകൾ കൂടെ ഉണ്ടാവില്ല.
നമുക്ക് എന്താ പറയാ വീട്ടിലുള്ള നാഥന് ഒന്ന് കാല് വെച്ച് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഇവരൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതേ സ്ഥാനത്ത് നമ്മൾ തന്നെ ഇറങ്ങണം എന്നുള്ള ഒരു ഇത് തോന്നൽ എനിക്ക് മനസ്സിലേക്ക് വന്ന് അപ്പൊ ഞാൻ തന്നെ സ്വയം ഒരു തീരുമാനം എടുത്ത് ഞാൻ ഒരിക്കലും എന്താവുന്നില്ല നെഗറ്റീവുകൾ പല ആളുകളും പുറത്തുനിന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളുകൾക്കറിയാം ഫുള്ള് നെഗറ്റീവുകൾ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ആ നെഗറ്റീവ് ഞാനൊന്ന് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് തന്നെ ചെയ്തത് അതാണ്. നെഗറ്റീവുകൾ ഞാൻ ഏതായാലും ഉള്ളിലേക്ക് അടുപ്പിക്കൂല, പോസിറ്റീവ് മാത്രം ഞാൻ ഏറ്റെടുക്കുക എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോവാനും തീരുമാനിച്ചു. അപ്പോ കുറഞ്ഞ ആളുകളൊക്കെ എനിക്ക് താഴായിട്ട് അങ്ങനെ വന്ന് അവർക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഞാൻ എന്ത് തീരുമാനിച്ചു വെച്ചാല് ഇത് പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി പ്രൊഡക്റ്റ് എടുക്കാനും അതേപോലെ നല്ലൊരു ഹോം മീറ്റിംഗ് നടത്താനും തീരുമാനിച്ചു. ഹോം മീറ്റിംഗ് നടത്തി ഇതേപോലെ ഒരു 10 ആളെ വിളിച്ച സമയത്ത് കുഴപ്പമില്ല ഒരു 5-6 ആള് വന്ന് അതിൽ ഒരു 2-3 ആള് ഐഡിയ അടിച്ച്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നെഗറ്റീവിലേക്ക് ഞാൻ പോകുന്നില്ല, കിട്ടുന്നതാവട്ടെ എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഞാൻ ചെയ്തത് വെച്ചാൽ എന്റെ വാർഡിൽ തന്നെ ഒരു 4-5 ഹോം മീറ്റിങ്ങുകൾ വെച്ച്. അപ്പൊ ഓരോ ഹോം മീറ്റിങ്ങിലും നന്നായിട്ട്, കാരണം വെച്ചാല് പണ്ട് ഒരു മെമ്പർ ആയിട്ടുള്ള ആള് വിളിക്കുന്ന സമയത്ത് ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നന്നായിട്ട് ആളുകൾ എല്ലാ ഹോം മീറ്റിങ്ങിലും വരാറുണ്ട്. അപ്പൊ വന്ന സമയത്ത് കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 50 ആള് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 5 ആളെ ഐഡിയ അടിച്ചിട്ട് നമ്മളെ കൂടെ ചേരുന്നുണ്ടാവും. പക്ഷെ അതിലൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, നെഗറ്റീവിലേക്ക് ഞാൻ പോയതേ ഇല്ല. അങ്ങനെ 4-5 ഹോം മീറ്റിംഗ് വാർഡിൽ തന്നെ വെച്ച് അതിൽ കൂടെ തന്നെ എനിക്ക് ആളുകളാ ഒരു മീറ്റിംഗിൽ എന്താ പറയാ ശരിക്കും ഒരാളോട് പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് തലയിലേക്ക് കേറൂല, കാരണം ഞാൻ ഒരുപാട് ടെൻഷനുകൾക്ക് നടുവിലാണുള്ളത്, അതുകൊണ്ട് എനിക്കിതൊന്നും തലയിൽ കയറൂല. ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളെ ടെൻഷന്? അവരെ കൂടെ നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ആ ഒരു ഇത് അവരെ എന്തെങ്കിലും ഈ ഒരു ബിസിനസ് അല്ല വേറെ എന്തെങ്കിലും മേഖലയിൽ നമ്മൾ സഹായിക്കാൻ അവരെ പറ്റുമോ എന്നുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിച്ചു. അവർക്ക് ഒരുപാട് വീട്ടിലെ ടെൻഷനുകളൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് എന്റെ ഇതിലുള്ള വൈറ്റ് ഡ്രസ് കൊടുക്കാനായിരുന്നു. പക്ഷെ അവരോട് സംസാരിച്ച് നമ്മൾ അവരുമായിട്ട് കെയർ ചെയ്ത സമയത്ത് തന്നെ അവരെന്നോട് പറഞ്ഞത് കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങളെ ഈ ഒരു വിളി തന്നെ എനിക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട്, എനിക്ക് ഒരു വൈറ്റ് ഡ്രസ്സും കുടിക്കണോ ഇല്ല, എനിക്ക് ഇത്രയും നിങ്ങളെ ഈ ഒരു വിളിയിൽ സമാധാനം കിട്ടുന്നുണ്ട്, ടെൻഷൻ കുറയുന്നുണ്ട്, ഞങ്ങളൊക്കെ വിളിച്ചു നോക്കാൻ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പൊ എനിക്ക് തോന്നി കൂടുതൽ ആളുകളെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലണമെന്നും അവരെ കൂടെ നിൽക്കണമെന്നും എനിക്ക് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇന്ന് നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നല്ലൊരു റാങ്കിലേക്ക് അവർ എത്തി മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കൂടി ഞാൻ എന്ത് ചെയ്ത് അവരെ കൂടെ ഒന്ന് അങ്ങ് ഇറങ്ങിക്കൊടുത്ത് അതേ രീതിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ അവരൊക്കെ വീടുകളിൽ നിരന്തരം നമ്മൾ ഒരു മീറ്റിംഗ് വെക്കുക അല്ലെ എന്റെ വീട്ടിലേക്ക് തന്നെ ഒരു മാസത്തില് 1-2 മീറ്റിങ്ങുകളായിട്ട് വെച്ചിട്ട് അവരെ നമ്മളെ കൂടെ കൂട്ടി ഒപ്പം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തു. ഏത് സമയത്തും നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്ത സമയത്ത് അറിയാതെ ഞാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആളുകൾ വരെ ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്തും ഒക്കെ തന്നെ ഇതെന്താണ് സംഭവം, എന്തോ ഒന്നും ഈ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്തേലും ലാഭം കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ഞങ്ങളും കൂടി ഉണ്ട് പറയണേ എന്നുള്ള ഒരു രീതിയിലേക്ക് ഫസ്റ്റിൽ കളിയാക്കിയിട്ട് വന്ന ആളുകൾ വരെ നമ്മളെ കൂടെ വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഒറ്റയടിക്ക് എന്ത് ആക്കിയില്ല, എല്ലാവരും ഈ ഐഡിയ അടിച്ചു ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് കൂട്ടാന്നുള്ള അതോ ഒരു ബിസിനസ്സോ ആയിട്ടല്ലായാലും അവരിലേക്ക് എത്തിയത്. അതുകൊണ്ടായിരിക്കും ഇന്നിലേക്ക് അവര് വന്നത്. ഏതായാലും പിന്നെ നല്ലൊരു ടീമിലേക്ക് വന്ന് ആ ഒരു സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി മോട്ടിവേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഒപ്പം കൂട്ടി അറിയാതെ തന്നെയാണ് ഒരു 11 മാസം കൊണ്ട് ഞാൻ ഈ DTC ടെക്കിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാല് ആദ്യം ഒരു ഉറച്ച തീരുമാനം എടുത്തതിന്റെ ഭാഗം മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് ഫാസ്റ്റ് ആയിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ്. പിന്നെ ഉള്ളത് നമുക്കറിയാം ഈ ഒരു MI ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള മേഖല നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് മേഖല നമ്മൾ കാണുന്ന സമയത്തും
പൈസ കൊടുത്തിട്ട് കുറഞ്ഞൊരു പൈസ കൊടുത്തിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പല മേഖലയിൽ തട്ടിപ്പുകൾ ഉണ്ട്. നമുക്ക് ഒരിക്കലും നമ്മളെ കൂടെ പിന്നെ നമ്മളോട് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആളുകളോട് ഒരിക്കലും ഞാൻ ഇതാക്കുന്നില്ല, ദേഷ്യം കാണിക്കുന്നില്ല. കാരണം അവര് പാവത്തുങ്ങളാണ്. കറക്റ്റ് ആയിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ്. വീണ്ടും ഇപ്പൊ ഞാൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് വിളിച്ച് അതിൽ അന്ന് നെഗറ്റീവ് പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് നമ്മളെ കൂടെ വരാന് കഴിയുന്ന ആളുകളൊക്കെ വന്നേണ്ട്. കാരണം ഓൽക്ക് ഒന്നും അറിയില്ല. കാരണം ഓലൊരു GTS പങ്കെടുക്കേ ഒന്നും ചെയ്തില്ല. ഒറ്റ തവണ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അവർ ഈ ഒരു നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. കാരണം എന്ത് ചോദിച്ചാല് അവർക്ക് ഇതിന്റെ മുമ്പ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. നമുക്കറിയാം റിച്ച് ആവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള റിച്ച് ഒക്കെ ഒരു വഴിക്ക് അങ്ങ് പോയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിരന്തരം പത്രങ്ങളിലൊക്കെ നമ്മളൊക്കെ വായിക്കുന്ന ആളുകളുമാണ്. അപ്പൊ ഒരിക്കലും പെട്ടെന്ന് ഒരാളും ഒന്നിലേക്കും എടുത്തു ചാടൂല എന്നല്ലോ നമ്മൾ 100% ഉറപ്പാണ്. അതുകൊണ്ട് നമുക്കറിയാം നിരന്തരം അവരെ ഫോളോ അപ്പ് ചെയ്താല് ഒന്നോ രണ്ടോ തവണ അവരോട് പറഞ്ഞാലും ഒരിക്കലും നമ്മളെ അച്ചീവ്മെന്റുകളൊക്കെ കാണുന്ന സമയത്ത് അവര് നമ്മളെ കൂടെ വരും. പക്ഷെ ഒരിക്കലും അവരെ ഒന്ന് അവഗണിച്ച് അവരിന്നെ കളിയാക്കിയ ആളാണ്, അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് മാറ്റി നിർത്തട്ടെ എന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അവര് ഇപ്പോഴും ചില ആളുകൾ വിളിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആ ബിസിനസ്. ഞാൻ പറഞ്ഞ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അവരെ മുമ്പോട്ട് സ്വീകരിച്ചതാണ്. അപ്പൊ അവര് നമ്മളെ കൂടെ പതിയെ പതിയെ നമ്മളെ കൂടെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഏത് മേഖലയിലും ഇന്ന് വിജയിച്ച ആളുകളെ നോക്കുന്ന സമയത്ത് വിൽക്കുന്ന വിൽക്കുന്നവരാണ് രക്ഷപ്പെടുന്നത്. നമ്മൾ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടാവുന്നത് മുതൽ മരിച്ച് ഒരു മയ്യത്താവുന്നത് വരെ ചെലവുകളാണ് നമുക്കറിയാം. ഇന്നും വാങ്ങിക്കൊണ്ടിരിക്കണ എല്ലാ സാധനവും വാങ്ങുകയാണ്. എന്റെ ഒരു ആവശ്യമാണെങ്കിലും മരിച്ചു കിടന്നാൽ വരെ നമുക്ക് വാങ്ങേണ്ട ആവശ്യങ്ങളാണ്. അപ്പോ വാങ്ങുന്നവരല്ല ഒരിക്കലും രക്ഷപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം വിൽക്കുന്നവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യമേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നമുക്ക് അറിയാം യൂസുഫ് അലി സാറൊക്കെന്ന് വെച്ചാല് ഒരുപാട് കഷ്ടതകൾക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടി മുളിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ അല്ല. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. ഒരു ചെറിയ ഫസ്റ്റിലൊരു ഷോപ്പ് തുടങ്ങി അതിലേക്ക് നല്ല ആളുകളെ നിരന്തരം അവര് തന്നെ ഇതാവാതെ നിരന്തരം ഒരുപാട് കഴിവുള്ള ആളുകളെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു രീതിയിലാണ് യൂസുഫ് അലി സാറൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വെച്ചാൽ വിൽക്കുന്ന മേഖലയിൽ മാത്രമാണ് രക്ഷപ്പെടാൻ കഴിയുക. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ നല്ലൊരു ബിസിനസ്മാൻ ആവാൻ നമ്മൾ നോക്കുക. ഒരുപാട് എന്താ പറയാ, നമ്മൾ ഇത്രയും വയസ്സിന്റെ ഓരോ ആളുകളും അവനവനെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇത്രയും വയസ്സിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് നേടാൻ പറ്റി. ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഒരു 7,000 രൂപയായിരുന്നു എനിക്ക് അന്ന് വരുമാനം. 7,000 രൂപ വെച്ചാല് നമുക്കറിയാം ഒരുപാട് വാർഡുകളിൽ കല്യാണങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ പോയിരുന്നത് മോശമാണ്. കാരണം വാർഡ് മെമ്പർ അല്ലേ. അപ്പോ ഭക്ഷണം കഴിച്ചു പോയിരുന്നത് ഒരു മോശമായിട്ടാണ്. കാരണം പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് പോയിരുന്നു. അതെന്ന് വെച്ചാല് വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഒരു വാർഡ് തന്നെ എന്താ പറയാ ഒരു മാസത്തില് 4-5 കല്യാണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഒന്ന് നമ്മൾ പോവണം. ഒരു എമൗണ്ട് അങ്ങനെ ആയിട്ട് പോകും. പിന്നെന്നുള്ള വെച്ചാല് വണ്ടിക്കൂലി, അതിന്റെ പുറമെ നമ്മളെ ഫോൺ റീചാർജിങ് 7,000 റുപ്യൊക്കെ ഇന്നത്തെ കാലത്ത് എവിടെയും എത്തൂല. പക്ഷെ ഒരു സമാധാനവും എന്താ പറയാ ഉണ്ടാവേയില്ല. കാരണം വെച്ചാല് ഒന്നെങ്കിൽ ഒരു ശരിക്കും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും അവിടെ റോഡ് പൊളിഞ്ഞെന്ന് അറിയാം, അല്ലെ ഇപ്പുറത്ത് നായി ചത്തു എന്ന് പറയാം, എല്ലാത്തിനും നമ്മൾ പോവേണ്ടി വരും. അപ്പൊ ആ ഒരു മേഖലയിൽ എനിക്ക് 7,000 രൂപ കിട്ടിയിട്ടുണ്ട്. അന്നൊരു സമാധാനവും സന്തോഷവും എനിക്ക് കിട്ടിയില്ല 5 വർഷത്തിൽ. പെട്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കും ആ വാർഡ് മെമ്പർ ആണല്ലോ, അത് എന്താ പറയാ ഒരു വെറുതെ ഇങ്ങനെ ഒരു ഇതായിട്ട് നമുക്കൊരു ആളാവാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കയ്യിലേക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും വരില്ല. പക്ഷെ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ 11 മാസം പിന്നിട്ട സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വരുമാനം എനിക്ക് മാസത്തിൽ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 പെർഫോമൻസ് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മാസം വീട്ടിൽ ചെറിയൊരു അസുഖമായിട്ട് നിന്നതുകൊണ്ട് ആ ഒരു സമയത്ത് പാസീവ് ഇൻകം എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ബിസിനസ് മേഖല നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അതേപോലെ ഫാഷൻ ഡിസൈനിങ് മേഖലയിലൊക്കെ ഞാനുണ്ട്. പക്ഷെ ആ ഒരു ഫാഷൻ ഡിസൈനിങ് മേഖല സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്തായാലും ഒരു ഷോപ്പ് ഇടണമെങ്കിൽ അതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ, അതേപോലെ റൂമിനുള്ള വാടക എല്ലാം കൂടി നോക്കുന്ന സമയത്ത് 2-3 ലക്ഷം റുപ്യ നമ്മൾ ഇറക്കണം. പിന്നെ എന്തെങ്കിലും ഞാൻ ചിന്തിക്കൽ അതാണ്, എന്തെങ്കിലും ഒന്നിലൊരു മിസ്റ്റേക്ക് ഡ്രസ്സ്
ചെയ്തു കൊടുക്കുന്നതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെയുള്ള തുണി നമ്മൾ വാങ്ങി കൊടുക്കണം. സമാധാനം ആ മേഖലയിലും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഒരു ഷോപ്പ് ഇടുകയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തോ ആ ഏരിയയിലോ അതേ ഒരു ഷോപ്പ് വേറെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ അവര് ചിന്തിക്കുക എന്തായിക്കോ, നിന്റെ ഷോപ്പ് പൂട്ടിപ്പോട്ടെ, അല്ലെ ഞാൻ ചിന്തിക്കുക അവരത് പൂട്ടട്ടെ, എന്നാലേ എനിക്ക് കച്ചവടം ഉണ്ടാവുന്നു. അപ്പൊ തമ്മമ്മില് നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ്സേ അതും ആവുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ നല്ലൊരു ബിസിനസ്മാൻ ആവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ, പൈസ നമ്മളെ കയ്യിൽ ഒരുപാടൊന്നും ഇറക്കാൻ നമ്മളെ കയ്യിലില്ല. അപ്പം പിന്നെ നമുക്ക് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ്. പക്ഷെ ഇന്ന് ഈ MI ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് ഉള്ളത് കൊണ്ട് ഏതൊരു വ്യക്തിക്കും നല്ലൊരു ബിസിനസ്മാന് ആവാനുള്ള ഒരു ഉറച്ച തീരുമാനവും മനസ്സുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആവാന്നുള്ളത് ഉറപ്പാണ്. കാരണം എത്ര പൈസ എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മളെ ലീഡേഴ്സ് ഒന്നും നമ്മളോട് നിങ്ങൾ ഇത്രക്ക് തന്നെ എടുക്കണം, അല്ലെ 1 ലക്ഷത്തിന് തന്നെ എടുക്കണം, 2 ലക്ഷത്തിന് തന്നെ എടുക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. പുതിയ ആളുകളോടൊക്കെ നിങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഏതൊരു മേഖലയിലാവുന്ന സമയത്തും കുറഞ്ഞൊരു പൈസ നമ്മൾ ഇറക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ലാഭം നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മളൊരു ബിസിനസ്മാന്റെ ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കുറഞ്ഞൊരു പൈസ നമ്മൾ ഇറക്കും. ഇനി ഒന്നുമില്ലാത്ത ആളുകൾക്കും രക്ഷപ്പെടണ്ടേ. നമുക്കറിയാം പണ്ടുള്ള കാലത്തോളം അല്ല, ഇപ്പൊ ഓരോ കാര്യങ്ങൾക്കും എന്താ പറയാ ഒരുപാട് പൈസന്റെ ഇതാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് 1000 രൂപക്ക് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ 50,000 രൂപ ഒരു മാസത്തിൽ വേണ്ടിയ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ ഏത് പാവപ്പെട്ട ഒരാളും ആക്കും ഒരു നല്ലൊരു ബിസിനസ്മാൻ ആവാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ആദ്യം ഉറച്ചൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക. അതിനുശേഷം ബിസിനസ് വിജയിച്ചിട്ടുള്ള ആളുകൾ, അതേപോലെ സ്പീഡിൽ പോകുന്നുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കുക. അവരോട് മാത്രം. എനിക്കിപ്പോ ഈ ഒരു മേഖലയിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് ഒരുപാട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ അറിയാം, നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള. അവരോട് പോയിട്ട് ഞാൻ ചോദിക്കുക, MI ലൈഫ് ഇങ്ങനെ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവര് ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ എന്താ പറയാ, അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരെടുത്തുനിന്ന് ഒരിക്കലും നമുക്ക് ഉണ്ടാവൂല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കൂല, നമുക്ക് മറുപടി ആയിക്കൂല കിട്ടുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അല്ലെ വേറെ എന്താ പറയാ ഒരു പണിക്കാരെടുത്ത് പോയിട്ട്, ഒരു വീട് ഉണ്ടാക്കുന്ന ഒരു പണിക്കാരെടുത്ത് പോയിട്ട് നമ്മൾ ചോദിച്ചാലും അവർക്കും അറിയാൻ പറ്റില്ല ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം. അതേസമയം ഈ ഒരു ബിസിനസ് ചെയ്ത് അതിൽ സ്പീഡായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അതേപോലെ വിജയിച്ചിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം, ഇങ്ങനെ ഒരു ഇതിൽ നമ്മൾ വരുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടിയും പോസിറ്റീവ് ആവാൻ കഴിയും. അതേ സ്ഥാനത്ത് നമ്മൾ മറ്റുള്ള ആളുകളോട് ചോദിച്ചാൽ ഒരിക്കലും തന്നെ ഈ ഒരു ബിസിനസ് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയൂല. അതേപോലെ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. നമ്മളൊക്കെ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ നിസ്കരിക്കുന്ന ആളുകൾ നിസ്കരിക്കൂ, അതേപോലെ കിതാബ് ഓതുന്നവര് കിതാബ് ഓതും, രാമായണം വായിക്കുന്ന ആളുകൾ അതിലേക്ക് പോവും. അപ്പൊ ആ ഒരു നല്ല കാര്യത്തിലേക്ക് രാവിലെ തന്നെ എണീറ്റ് ചെയ്യാം. രാവിലെ തന്നെ നമുക്ക് അറിയാം വീടുകളിൽ എല്ലായിടത്തും തന്നെ പത്രം ഇടുന്നുണ്ട്. നമ്മൾ വേഗം നോക്കിയാൽ തോന്നിയും ചരമകോളാ, ആരൊക്കെ മരിച്ചിട്ടുണ്ട്, എങ്ങനൊക്കെ മരിച്ചിട്ടുണ്ട്, ആരൊക്കെ പോയേ ചാടിയേ ഒക്കെ. എന്തിനാ വെറുതെ ആരുതോ കഥകൾ നമ്മൾ കേട്ടിട്ട് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി ബന്ധുവൊക്കെ ആണെങ്കിൽ അവരെ ഫോട്ടോ ഒന്ന് നമ്മൾ നോക്കും. അല്ലാതെ രാവിലെ തന്നെ നമ്മൾ തലയിലേക്ക് കയറ്റുന്നത് എന്താണ്, നെഗറ്റീവുകളാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ലാഭമല്ല. നമ്മളും കൂടി ആ ഒരു ടെൻഷനിൽ, ഇപ്പൊ നമുക്കറിയാം വയനാട്ടില് ഉരുൾപൊട്ടൽ ഉണ്ടായത്, അന്നൊക്കെ ശരിക്കും പത്രങ്ങളിലായിരുന്നു രാവിലെ തന്നെ എല്ലാവരും ഓടി വന്ന് നോക്കുക. ടെൻഷനായിട്ട് കുറെ ആളുകൾക്ക് വലിയ പ്രശ്നം വന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു നെഗറ്റീവ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാം. അതേപോലെ ഉയർന്ന ചിന്താഗതി. ഞാനിപ്പോ ചെറിയൊരാളാണ്, എനിക്കൊരിക്കലും ഉണ്ടാവൂല ഉമർ ഉസ്താദൊക്കെ എടുക്കും പോലെ രണ്ടാമത്തെ കാറൊന്നും എടുക്കാൻ പറ്റൂല. ഞാൻ ആ ലെവലിലേക്ക് എനിക്ക് കഴിയൂല. ഞാൻ ഇതിൽ ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ് ചെറിയ രീതിയിൽ ഒരു 50 റുപ്യ പൈസ കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് പോകാൻ കഴിയും. അങ്ങനത്തെ ചെറിയ ചിന്താഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് എനിക്കും കഴിയും ഉമർ ഉസ്താദൊക്കെ എടുക്കുന്നതിലും നല്ല കാർ എടുക്കാൻ എന്നുള്ള നിലക്ക് ഉയർന്നതായിട്ട് ചിന്തിക്കും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു കടുകുമണിയോളം ഒന്നോളം കണ്ടാൽ ഒരു കടുമണിയോളം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് ചിന്തിക്കുന്നതിനോ സ്വപ്നം കാണുന്നതിനോ ഒന്നും നമുക്ക് യാതൊരു മുടക്കുമില്ല. നിങ്ങൾ ഉയർന്ന് തന്നെ ചിന്തിച്ചോളൂ.
എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റൂ. പിന്നെയുള്ള വിശ്വാസമാണ്. നമുക്ക് പ്രൊഡക്റ്റിനെ ആദ്യം നമ്മൾ വിശ്വസിക്കുക. ആദ്യം തന്നെ പ്രൊഡക്റ്റ് വാങ്ങുക, യൂസ് ചെയ്യുക. പിന്നെ ഒരു പേസ്റ്റ് വാങ്ങി നമ്മൾ യൂസ് ചെയ്യാതെ വേഗം അതിന്മേൽ 50 ഉറുപ്പ്യ കിട്ടല്ലോ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാതെ നിൽക്കുക. കാരണം ആദ്യം നമ്മൾ ഉപയോഗിച്ച്, ഞാൻ ആദ്യം തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിൽ കിട്ടിയ റിസൾട്ട് കൂടെ മാത്രമാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അല്ലാതെ ബിസിനസ് എന്തെന്ന് ചോദിച്ച് നടന്നതല്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ, പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിക്കുക. നമ്മക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ നമുക്ക് അത് മറ്റുള്ള ആളുകളിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ നമ്മളെ റസൂൽ വരെ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അതാണ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യേണ്ടത്. അതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റ് ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കാം. ആ സമയത്തെ നമ്മളെ കൂടെ എന്തുണ്ടാവും, വിജയം ഉണ്ടാവുള്ളൂ. അപ്പോ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഉപയോഗിച്ചത് എന്ന് വെച്ചാല് 10-25ഓളം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിലൊക്കെ എനിക്ക് നല്ല എന്താ പറയാ പോസിറ്റീവ് തന്നെയാണ് ഓരോന്നിലും കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫാമിലിയിലൊക്കെ ആദ്യം വല്ലാത്ത എതിർപ്പുകളൊക്കെ ഉണ്ടാവും. പിന്നെ എന്റെ ഫാമിലിയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളോട് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞ അതൊക്കെ വെറും ഇതാണ്, ഈയൊക്കെ അല്ലാതെ അതിൽ പെടൂലാർന്ന്. പക്ഷെ ഞാൻ അതൊന്നും നോക്കില്ല. ഞാൻ ഓലെ അവിടെ നിൽക്കട്ടെ, ഫാമിലി അടക്കട്ടെ, ബാക്കിയുള്ള ആളുകളിലേക്ക് ഞാൻ പോയി. പിന്നെ കുറഞ്ഞ സമയം കഴിയുന്ന സമയത്ത് അവര് നമ്മളിലേക്ക് തിരിച്ചു വരും. കാരണം എനിക്കൊരു അനുഭവം കറക്റ്റ് ഉണ്ടായത് വെച്ചാല്, എന്റെ ഒരു ബന്ധു തന്നെ, അടുത്ത ബന്ധു തന്നെ, അവര് ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. ഞാൻ നിരന്തരം അവരോടൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞതാ. പിന്നെ ഒരു ഹോം മീറ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവര് വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഇതിന് ഞാൻ ഒരുപാട് തവണ ഡോക്ടേഴ്സിനെ കാണിച്ച് ഒരാഴ്ചയെ തന്നെ ഒരു 15 ദിവസത്തിൽ തന്നെ 2000-3000 ഞാൻ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഗുളികയാണ് കഴിക്കുന്നത്. അപ്പോ ആ ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്ന സമയത്ത് അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ടോ അറിയില്ല, തളർന്ന് കിടക്കുകയാണ്, ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, മക്കളോടൊക്കെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് എന്റെ പെരുമാറ്റം, അങ്ങനെയൊക്കെ ആണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, അവരൊക്കെ ഫസ്റ്റില് നന്നായിട്ട് നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്നോടാണ് പല സംഭവങ്ങളും അവര് ചോദിക്കല്. സമയത്ത് ഞാൻ പറഞ്ഞ ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ വിവരം പറഞ്ഞു തരാമെന്ന്. അപ്പൊ അവരെ മറുപടി എന്താണ്, അല്ല ഈ ഡോക്ടർ നോക്കാനല്ല, എന്റെ അടുത്ത് ഇതിന് പറ്റിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ പ്രൊഡക്റ്റ് ഇതിനെ പറ്റിയുണ്ട്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട്, ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ വെച്ചാൽ 1-2 ദിവസം കുടിച്ചാൽ പോരാ, ഇത് ഒരു എന്താ പറയാ ഒരു കോഴ്സ് ആയിട്ട് ഒന്നെങ്കിൽ 3 മാസോ അല്ലെ 6 മാസം നിങ്ങൾ കഴിക്കണം, അത് ഒരു ദിവസം പോലും നിങ്ങൾ നിർത്താതെ നോക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കഴിക്കാവൂ. അങ്ങനെയാണ് ചിലപ്പോൾ ഇതിൽ മാറ്റം ഉണ്ടാവും. 99% മാറ്റം ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് പൈസ, ഡോക്ടേഴ്സിന് പൈസ കൊടുത്തല്ലോ, പൂർണ്ണമായിട്ടുണ്ടെന്ന് ഞാൻ പറയയില്ല. അപ്പൊ ആ ഒരു ലെവലിലാണ് നിങ്ങൾക്ക് മരുന്ന് കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ ഹോം മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ വീട്ടിലെത്തി പ്രൊഡക്റ്റ് വാങ്ങി കൊണ്ടുപോയി. അപ്പൊ ആ ഒരു 3 മാസം അവര് കറക്റ്റ് ആയിട്ട് കഴിച്ച് അവരെ ആ ഒരു പ്രയാസം തന്നെ മാറി. അവര് ഇന്നിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ, അവരെ അസുഖം മാറിയത് കണ്ട് ഫാമിലിയിലുള്ള ഓരോ ആളുകളും വീണ്ടും വരികയാണ്. അപ്പൊ അവർക്കൊക്കെ അങ്ങനെ സാവധാനം എന്ത് ചെയ്യും, ഫാമിലി നമ്മളെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യണ്ട, ഒരിക്കലും ആദ്യത്തെ തന്നെ നമ്മള് പ്രയാസം തോന്നണ്ട. ആരും ഫാമിലി നമുക്ക് നെഗറ്റീവ് ആണോ അല്ലെ അയൽവാസികൾ നെഗറ്റീവ് ആണോ എന്നുള്ളതൊന്നും നമ്മൾ ഫസ്റ്റിൽ നോക്കണ്ട. പിന്നെ ഉള്ള വെച്ചാൽ പ്രൊഡക്റ്റ് നമുക്ക് വിശ്വാസമാണോ, ഓക്കെ, എങ്കിൽ ലീഡേഴ്സിനെ നോക്കാം. ലീഡേഴ്സ് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ ഈ ഒരു ഇതിലേക്ക് വന്ന് ഉമർ ഉസ്താദ് ഇങ്ങനെ എന്നെ എടുത്ത് വിളിച്ചു വെച്ച്, ഞാൻ ഏകദേശം ഒന്ന് സ്ലോ ആയി പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞ, എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഒന്നുമില്ല, ബഷീർ സാറെ കയ്യിലേക്കോ അതേപോലെ സാബിത് സാറ്, അസീന മേഡം, ഇൻഷ മേഡത്തിന്റെ കൈകളിലേക്കാണ് ഇന്നെ ഉമർ ഉസ്താദ് കൊടുക്കുന്നത്. അപ്പൊ തന്നെ ഇവര് വിളിക്കുകയാണ്. അതേപോലെ വിളിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു അവര് എന്തെങ്കിലും അങ്ങനെ വിളിച്ചായിരിക്കും, അത്ര ഇതായില്ല. അതേ സ്ഥാനത്ത് ഇവര് വീണ്ടും അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് എത്തുക. വീട്ടിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ് ഓല് പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ അത്ര അങ്ങോട്ട് ഇതായില്ല. വീണ്ടും അടുത്ത ആള് വരിക. ആദ്യം സാബിത് സാറും വൈഫും വന്ന് വീണ്ടും റഷീദ് സാറും വൈഫും വരികയാണ്. അപ്പൊ പിന്നെ നമ്മളൊക്കെ ഒരു ഇതെന്ന് വെച്ചാല്, ഒരാൾ ഇങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഓലെ പിണക്കി പറഞ്ഞേക്കാം, എങ്ങനെയാ ഒരു നോ പറഞ്ഞേക്കുക എന്നുള്ള ഒരു ആളാണ് ഞാൻ. അപ്പോ ആ ഒരു സംഭവം എനിക്ക് ഒരിക്കലും എന്ത് ആര് പറഞ്ഞാലും ഓക്കെ പറയാ അല്ലാതെ നോ പറയുന്ന ഒരു ഇത് നമ്മളെ ഇതിലില്ല.
അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവര് നാലിട്ടം വന്നേരം പഠിച്ചോനെ ഇവര് എങ്ങനെയാ അപ്പൊ ഞാൻ ഇവരോട് പിന്നെ ഞാൻ അത്ര സജീവമായിട്ട് ഇതിലേക്കില്ലാന്നോ കൂടുതൽ പ്രൊഡക്റ്റ് എടുക്കുന്നില്ലാന്നോ എങ്ങനെയാ പറയാന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി ഓല് പറഞ്ഞ പോലെ പിന്നെ സംസാരത്തിൽ എനിക്ക് വിശ്വാസം വന്ന് അങ്ങനെ തന്നെ പ്രൊഡക്റ്റ് ഓല കൂടെ എടുത്ത് പിന്നെ ഒരു ഫാമിലിയിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല കെയറിങ് ആണ് ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം പിന്നെ ഒന്നും നോക്കില്ല. ഇപ്പൊ ലീഡേഴ്സ് നമ്മളെ കൂടെ രാവും പകലും തന്നെ പറയാം നല്ല സപ്പോർട്ടോട് കൂടിയിട്ട് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ നമ്മള് ലീഡേഴ്സിനെ വിളിച്ചിട്ട് എനിക്ക് അവിടെ പോണോ അല്ലെ ഇത്ര ആളെ കാണാനുണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് പറയാത്തൊരു കുറവേ എനിക്ക് തോന്നിയുള്ളൂ. അതേ സ്ഥാനത്ത് എപ്പോ വിളിച്ചാലും കൂടെ വരാൻ പറ്റിയ ലീഡേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ലീഡേഴ്സിൽ നമുക്ക് നല്ല വിശ്വാസം വേണം. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അസോസിയേറ്റില് അവരിലും നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ എന്നെ പോലെ പിന്നെ ഉയർന്ന ഇതിലേക്ക് വരുത്തണം. അവര് ഞാൻ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്കും നല്ലൊരു എന്താ പറയാ വരുമാനം വരാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് നമ്മൾ അവരെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരും നമ്മളെ കൂടെ വരും. അതേപോലെ നമുക്കറിയാം ഇതിൽ മാനേജ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. നമുക്ക് എന്തൊരു പ്രയാസങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും അത് പെട്ടെന്ന് തന്നെ അവര് കൈകാര്യം ചെയ്യും. അതിൻ്റെതായ ഇതിൽ തന്നെ അവര് കാണുന്ന ഒരു നല്ലൊരു അടിപൊളി വിശ്വാസം നമുക്ക് അത്രയും വിശ്വാസപ്പെടാൻ പറ്റിയ ഒരു മാനേജ്മെന്റ് കൂടിയാണ്. പിന്നെ അതേപോലെ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ ജാതി മതക്കാരും ഉള്ള ഒരു ബിസിനസ് ഇതുവരെ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും എന്തിലാണെങ്കിലും നമ്മള് ഒരാളെ നന്നാവുന്ന മറ്റവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ആ ഒരു ഉയർന്നു പോകുന്നതൊന്നും. അതേ സ്ഥാനത്ത് ഈ ഒരു മേഖലയിൽ വന്ന സമയത്ത് എല്ലാരും ഒരു കുടക്കീല് അതിൽ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, രാഷ്ട്രീയം നോക്കുന്നില്ല, ലേഡീസ് ആണോ ജെന്റ്സ് ആണോ ഒന്നും തന്നെ നോക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഈ ഒരു MI ലൈഫ് മാത്രമേ ഉള്ളൂ. അതേപോലെ പ്രതീക്ഷ നമ്മൾ ഒരിക്കലും എന്താവരുത്, പ്രതീക്ഷ കൈവിടരുത്. നല്ല നടക്കില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എനിക്ക് അത് നടക്കൂ, ഞാനത് മനസ്സ് വെച്ചാൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കുറച്ച തീരുമാനത്തോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം മുമ്പോട്ട് പോകാം. അതേപോലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് മറ്റുള്ള ആളുകളെ റിസൾട്ട് എന്താണ് റിസൾട്ട് എന്ന് അവരെ നമ്മൾ എന്ത് ചെയ്യുക നിരന്തരം ഫോളോ അപ്പ് ചെയ്യുക. ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്തല്ലോ, ഇനി നാളെ അവരെ വിളിച്ചു നോക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ അധികമായി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അവരെ മുഖത്ത് നോക്കാന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അവരോട് ആദ്യമേ പറയാ ഇത് വെൽനെസ് പ്രൊഡക്റ്റ് ആണ്. ചില ആളുകൾക്ക് ശരീരത്തിന് എല്ലാ ആളുകളെയും ശരീരം ഒരുപോലെ അല്ലല്ലോ, അതുകൊണ്ട് ചില ആളുകൾക്കൊന്നും അധികരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നും ടെൻഷൻ ആവണ്ട. ഇതൊരു മുൻകൂർ ജാമ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണോ അവരിട്ട് പറഞ്ഞു വെക്കണം. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് നിർത്താൻ പാടില്ല. സ്പോട്ടിൽ നമ്മളെ വിളിക്കുക, ഈ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. പിന്നെ അവർ ഇങ്ങോട്ട് വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ എന്തായി പ്രൊഡക്റ്റ് കഴിക്കൽ തുടങ്ങിയോ, ചിലപ്പോൾ അവര് അലോണോ ചോക്ലേറ്റ്സിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ഈ ഒരു ചോദ്യം കൊണ്ടായിരിക്കും അവര് പ്രൊഡക്റ്റ് എടുത്ത് കഴിക്കുക. ഈ കഴിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുക. ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ അവരെ ഭാഗത്ത് നല്ലൊരു ടീമിനെ തന്നെ ഞമ്മക്ക് അവര് തരിക. അപ്പോ നമ്മൾ അങ്ങോട്ട് ഫോളോ അപ്പ് എന്ത് ചെയ്യണോ നന്നായിട്ടുണ്ടാവണം. അപ്പോ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയ വെച്ചാല് ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നാ. കാരണം ലിസ്റ്റ് ഇല്ലാതെ വെറുതെ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ ഇതിൽ വിജയിക്കാൻ പറ്റൂല. ലീഡേഴ്സ് എന്താണോ കാര്യങ്ങൾ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പൊ ഒരു ലിസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കും എന്താ പിന്നെ ആ കുടുംബക്കാരെ പേരായിരിക്കും ആദ്യം നോക്കുക. അവരെ പേരെഴുതി അവര് നമ്മളോട് ഒരിക്കലും സഹകരിക്കൂല. പക്ഷെ നിങ്ങൾ എഴുതി വിട്ടോളി, എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക റെഡി ആക്കി വെക്കി. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം പ്രതീക്ഷയുള്ള ആളുകളെ നമുക്ക് സമീപിക്കാലോ, അല്ലെങ്കിൽ നിങ്ങളെ ലീഡേഴ്സിനെ വിളിച്ചിരുത്തിയിട്ട് അത് ലിസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് പിന്നെ ആളുകളിലേക്ക് പോവാം. അതേപോലെ നല്ലൊരു പിന്നെ പ്രൊഡക്റ്റ് കുറച്ച് തോനെ തന്നെ നമുക്ക് കഴിവിന്റെ പരമാവധി ഓരോ ആളുകൾക്കും കഴിവിന്റെ പരമാവധി നമ്മളൊരു ബിസിനസ് ആണ് ചെയ്യുന്നത്, ബിസിനസ്സിൽ നമുക്ക് രക്ഷപ്പെടണം. ബിസിനസ് ചെയ്യുന്നതിന് ഒരു ബിസിനസ്മാന്റെ അത്യാവശ്യ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങണം. ആദ്യം തന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇന്നലെ സുദീപ് സാറ് പറഞ്ഞതുപോലൊക്കെ തന്നെ നമ്മളെ ചട്ടി ഒന്ന് എന്താ ആക്കുക വലുതാക്കുക.
നല്ലൊരു വലിയൊരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ ബിസിനസ് ആണ്, ഒന്നും നോക്കണ്ട, ഞാനൊരു ബിസിനസ്മാൻ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു ചിന്താഗതിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുക. ആ ഒരു സമയത്ത് കുറച്ചൊരു പ്രൊഡക്റ്റുകൾ നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാനുള്ളത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഹോം മീറ്റിംഗ് വെക്കുക. നിരന്തരം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹോം മീറ്റിംഗ് ഓരോ തവണയും വീട്ടിൽ വെച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്തൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതിലേക്ക് ഞാൻ വന്നിട്ടുള്ള വഴികൾ അതാണ്, ഞാൻ വിജയിച്ചിട്ടുള്ള വഴികളും അതാണ്. അപ്പോ ഹോം മീറ്റിംഗ് നിരന്തരം വെക്കുക. അതേപോലെ ലിസ്റ്റ് ഉണ്ടാക്കി, പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതേപോലെ തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യാം, പിന്നെ ഇതില് ഇപ്പൊ 11 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങാടിയുള്ളവർക്ക് എന്റെ വീടും അങ്ങാടി തന്നെയാണ്. അപ്പോ രാവിലെ ഇവള് ഇറങ്ങുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. എന്താ പരിപാടിയും ചിലപ്പോ ഇവർക്ക് അറിയിണ്ടാവൂല. അപ്പൊ പണ്ടേ നമുക്ക് അറിയുന്നതാണ്, ബസ് സ്റ്റോപ്പ് കുത്തിരുന്ന് പിന്നെ മറ്റുള്ള ആളുകളെ പറ്റി കുറ്റം പറയുന്ന ഒരു ഭാഗം ടീമുകൾ ഇന്നും ഉണ്ടാവും. അവർക്കൊന്നും പെട്ടെന്ന് മാറാൻ കഴിയൂല. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ അവർ കാണണം. അയ്യൂബ് സാറൊക്കെ പറയുന്നത് പോലെ എന്നും ഡോക്ടർ ഇങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ അവരോട് തിരിച്ച് പറഞ്ഞു കൊടുക്കണം, ഡോക്ടർ കോഴിക്കോടേക്ക് അല്ലെ കൊയിലാണ്ടിയേക്കാന്ന്. അവര് ചോദ്യം നിർത്തുമ്പോ നമ്മൾ അങ്ങോട്ട് അവരോട് പറയണം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറണേ, നമ്മളെ ഒരു ഡ്രസ് കോഡൊക്കെ അതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. ഇവര് കുഴപ്പമില്ലല്ലോ, ഇവര് എന്തേലും ഒരു മാറ്റം കാണുന്ന സമയത്താണ് അവരും നമ്മളെ കൂടെ വരാൻ നോക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതുവരെ ഒന്നും എടുത്തില്ല, ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ നേടിയെടുക്കാൻ. ഫസ്റ്റിൽ ഒരു ബ്രോൺസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പിന്നെ അതേപോലെ ഒരു സിൽവർ ആകുന്ന സമയത്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ മതി. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു റാങ്കിലേക്ക്, ഓരോ റാങ്കും അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു റാങ്കിൽ പിന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്ത്, അതിലേക്ക് നമ്മൾ ഡ്രീംസ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. അതും ഈ ഒരു പിന്നെ TC റാങ്കിൽ എത്തുമ്പോൾ എനിക്ക് ഒരു മൊബൈൽ വാങ്ങണം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു 2 വീലർ വാങ്ങണം, അങ്ങനത്തെ ഒരു ഇത് ആകുന്ന സമയത്ത് അത് നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തൊന്ന് വാങ്ങിയാലും സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. ആ സ്റ്റാറ്റസുകൾ ഇഷ്ടം പോലെ ആളുകൾ കാണുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് തന്നെ ഇവര് ഒരു ഫോണ് വാങ്ങി, അവർക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലെന്ന് കിട്ടുന്നുണ്ട്, ഓക്കെ. അതേപോലെ അതിന് ശേഷം വേറെ എന്തോന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്ന സമയത്ത് ഒന്നുമില്ല, ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് അതിന് തന്നെ ഒരു കാർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പബ്ലിസിറ്റി ആക്കിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂടെ നിൽക്കുന്ന നമ്മളെല്ലാ ഫാമിലിനെ പറ്റിയിട്ടും അറിയുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, അവർക്ക് എന്ത് തോന്നിയിട്ടുണ്ട്, ഒന്നുമില്ലേല് ഓലൊരു കാറ് വാങ്ങിയിട്ടുണ്ട്, അതിനുശേഷം ഒരു AC വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോ എന്റെ ഫ്രണ്ട്സ് പിന്നെ ഒരു ദിവസം വേറെ ഒരാളോട് പറഞ്ഞ, അതൊന്നും അല്ല ട്ടോ, ഓള് വീട്ടില് കാറ് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ചെറുതൊന്ന് വാങ്ങിയിട്ടുണ്ട്, അതേപോലെ ഒരു AC ഓള് വാങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പിന്നെ എന്താ പറയാ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റുന്ന സമയത്ത് നമ്മളെ കൂടെ അവര് വന്നോളും. അതേപോലെ എന്ത് ചെയ്യാ, കുറച്ചുകൂടി കഴിയുമ്പോ ഉമറുസ്ഥാനെ പോലെയൊക്കെ കാറുകൾ എടുക്കുകയും അങ്ങനത്തെ നമുക്ക് ജനങ്ങൾ കാണുന്ന രീതിയിലേക്കുള്ള അച്ചീവ്മെന്റുകൾ ആവുക കഴിയുന്നതും. ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നാളുകളിൽ ഉറപ്പായിട്ടും അവര് നമ്മളെ കൂടെ വരും എന്നുള്ളത് 100% ശരിയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കഴിയുന്ന ക്ഷമയോട് കൂടിയിട്ട്, ആദ്യം വന്ന ആളുകൾ 1 2 മാസം ഒന്നും ചിലപ്പോൾ ആരും നമ്മളെ കൂടെ വന്നെന്ന് വരൂല. പക്ഷെ ക്ഷമയോടെ കാത്തിക്കുക. എന്തിന് നമുക്ക് ക്ഷമ വേണം, ക്ഷമയോടെ അതേപോലെ പിടിച്ചു നിൽക്കുക. പിടിച്ചു നിന്നാൽ മാത്രമേ 1 2 മാസം കഴിയുന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്, ഇത് എന്താ ഇനിയിപ്പോ ചെയ്യാ, ആരെയും ഇതിലേക്ക് കിട്ടിയില്ലല്ലോ, പ്രൊഡക്റ്റ് ഒന്നും അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ലല്ലോ, എന്തിനാ പേടിക്കുന്നത്, നമുക്കറിയാം നമ്മളെ ഒരുപാട് പ്രൊഡക്റ്റുകൾ 3 വർഷത്തോളം ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമുക്ക് സാവധാനം അങ്ങനെ വിറ്റ് തീർക്കുന്ന ഒരു ഇതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് നാളെ തന്നെ ഞാനൊരു ബിസിനസ്മാൻ ആവും, അതേ സ്ഥാനത്ത് നാളെ തന്നെ ഈ ഇന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് നാളെ തന്നെ ഞാൻ തീർക്കും എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഒരിക്കലും വരരുത്. സാവധാനം, എന്തിനും ഒരു കഷ്ടപ്പാടുണ്ട്. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനും വേണം നമുക്കൊരു 3 4 മാസം നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഒരു നല്ലൊരു സന്തോഷത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ഏതൊരു മേഖല എടുത്തു നോക്കുന്ന സമയത്തും പ്രയാസങ്ങളില്ലാത്ത ഒരു മേഖലയില്ല. പക്ഷെ ഞാൻ ഈ ഒരു MI ലൈഫിലേക്ക് വന്ന സമയത്ത് എനിക്ക് അത്ര ഒരു പ്രയാസം തോന്നാത്തൊരു മേഖലയാണ് MI ലൈഫ്. കാരണം ഫസ്റ്റിലൊക്കെ എന്നോട് റഷീദ് സാർ അടുത്തുള്ള പിന്നെ ലീഡേഴ്സ് പറയാനും ഫുൾ ടൈം ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഫുൾ ടൈം ആണ്. ഞാൻ വിചാരിക്കും ഇവരെന്താ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം ഇതിപ്പോ എന്താ, ആദ്യം നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നു, അത് കുറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കുന്നു, പിന്നെ അത് അവര് തിരിച്ച് വീണ്ടും വാങ്ങുന്ന സമയത്തൊക്കെ അല്ലേ, ഇതെന്താ ഫുൾ ടൈം ആയിട്ട് ചെയ്യാന്. ഇപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട് കറക്റ്റ്, പിന്നെ ഇപ്പൊ ഒരു മാസം പോലായിട്ട് വീട്ടിൽ റെസ്റ്റ് ആയിട്ടുള്ള സമയത്ത് പോലും ഫോണിൽ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോണിൽ ഇഷ്ടം പോലെ സംസാരിച്ചിട്ട് നമ്മൾ ബിസിനസ് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാവധാനം എന്താവും,
നമ്മൾ ആ ഒരു ബിസിനസ് മൈൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളും ഉണ്ടാവും ഫുൾ ടൈം ആയിട്ട് തന്നെ ടൈം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരെ നമ്മൾ മാറുന്ന ഒരു ഇതിലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 6:46 എനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്റെ അറിവില് 11 മാസത്തെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജീവിതത്തിലേക്ക് പകർത്തുക. നാളെ മുതൽ അല്ലെ ഇന്ന് മുതൽ, ഇന്ന് ഫസ്റ്റിലൊക്കെ മീറ്റിംഗ് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പ്രിയപ്പെട്ട എന്റെ അസോസിയേറ്റിനോടൊക്കെ പറയാനുള്ളത്, ഇന്ന് മുതൽ നിങ്ങൾ പുതിയൊരു തീരുമാനം എടുക്കുക, ഒരു ഉറച്ച തീരുമാനം അയക്കുക. ഒരിക്കലും നെഗറ്റീവ് ഉൾക്കൊള്ളാതെക്കുക, പിന്നെ പോസിറ്റീവിൽ മാത്രം ചിന്തിക്കുക. നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുത്താല് നമ്മൾ ആ തീരുമാനത്തിൽ വിജയിക്കുന്നുള്ള 100% ഉറപ്പാണ്. ആ ഒരു ധൈര്യത്തോടു കൂടി ഞമ്മക്കൊരു തീരുമാനം, ഞമ്മക്ക് എന്താ പറയാ, നമ്മൾ വിശ്വാസം അർപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയം ഉണ്ടാവില്ല. നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാല് ഏതൊരു പ്രയാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും എന്താ പറയാ, നന്നായിട്ട് വർക്ക് ചെയ്യുക. ആ ഒരു ഫീൽഡിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് വരാന്, ഉയർച്ചകളിലേക്ക് എത്താന്, ഉയരങ്ങളിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും സമയം എന്നെ ശ്രവിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.